തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോലീസിന് നേരെയായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമെങ്കിൽ കൊച്ചിയിലൊരു ഹോട്ടലിലാണ് ഗുണ്ടാ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയത്. ഗാന്ധിനഗറിലെ ഹോട്ടലിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘത്തിന്റെ ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ചാണ് BV വിനോദ് റിപ്പോർട്ട് ചെയ്തത്. കൊച്ചിയിലും സമാനമായ രീതിയിൽ ഗുണ്ടകൾ അടിഞ്ഞാടുന്ന അവസ്ഥ. ഈ പിടിയിലായ 2 പേർ മാത്രമാണോ ഈ കേസിലുള്ളത്? കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ? ടോം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു 4 പേരെങ്കിലും ഇവർക്കൊപ്പം ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇതിൽ 2 പേരാണ് ഈ ക്യാഷ് കൗണ്ടറിന് അടുത്തേക്ക് വരികയും ഒപ്പം തന്നെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അതിലൊരാളാണ് തൻ്റെ അരയിൽ നിന്ന് വടിവാൾ ഊരി അത് മാരകമായ രീതിയിൽ അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് അയാൾക്ക് നേരെ ചൂണ്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി അതിന് അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സംഘം അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ മറ്റ് 2 പേർ കൂടി അവർക്കൊപ്പം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നഗരത്തിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ഗുണ്ടാ വിളയാട്ടം എന്ന രീതിയിൽ തന്നെ പലപ്പോഴും പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ പോലീസ് അതെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും പറയുന്നത്. ഗുണ്ടകളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് പലപ്പോഴും ഇത് സംബന്ധിയായ പരാതികളെല്ലാം തന്നെ ഉയരുകയും ചെയ്യുന്നു. ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പണം അത് കൊടുക്കുന്നത് സംബന്ധിയായ ഒരു കാര്യങ്ങളിലാണ് ഇങ്ങനെ ഒരു തർക്കം ഉടലെടുക്കുകയും തുടർന്ന് വടിവാൾ ഊരി അത് കഴുത്തിന് വയ്ക്കുന്ന രീതിയിലാണ് ഏതാണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നടക്കുക എളുപ്പത്തിൽ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത് ഇവർ 2 പേർക്കും തന്നെ പല കുറ്റകൃത്യങ്ങളിലും അവരെ പ്രതിയാവുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നത്. അതുകൊണ്ട് പോലീസുകാർക്ക് ഇവർ അപരിചിതരൊന്നുമല്ല, അവർക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ വലുതാണ്. കാരണം ഇത് വളരെ പരസ്യമായിട്ട് തന്നെയും നഗരമധ്യത്തിൽ തന്നെയും ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അവർ കടന്നു വരാനായിട്ട് ധൈര്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിന് കൃത്യമായ രീതിയിൽ ഇടപെടേണ്ടത്, കടിഞ്ഞാണിടേണ്ടതെല്ലാം തന്നെ പോലീസ് ഇടപെടൽ തന്നെയാണ് വേണ്ടത്. പോലീസ് കൃത്യമായ രീതിയിൽ അതിൽ പെട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ടെന്ന് ഒരു വശത്ത് അവകാശപ്പെടുമ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് പോലീസിൻ്റെ ഒരു CCTV ക്യാമറ ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടല്ല, പക്ഷെ നഗരത്തിലെ മറ്റ് കുറ്റകൃത്യങ്ങളിലെ ഇടപെടാൻ കഴിയുന്നത് പോലീസിൻ്റെ CCTV ക്യാമറകളാണ്. പക്ഷേ ആവശ്യത്തിനുള്ളൊരു ഫുട്ടേജുകൾ പോലും അതിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്നൊരു പരാതി പോലീസുകാർക്ക് തന്നെ ഇതിനകത്ത് ഉണ്ട്. അതിനിടയിൽ ഇവർ ആശ്രയിക്കുന്നത് മറ്റേ ഈ കടകളിലെയും ഇതുപോലുള്ള സാഹചര്യങ്ങളുമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റൊന്നും പോലീസ് ക്യാമറകളുടെ ഈ തെരുവുകളുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടുമില്ല. എന്തായാലും ഇത്തരം സംഘങ്ങളെല്ലാം അഴിഞ്ഞാടുന്നത് പോലീസിന്റെ വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത്. കൊച്ചിയെ നടുക്കുന്ന സംഭവമാണ് കഴിഞ്ഞ രാത്രി ഗാന്ധിനഗറിലെ ഹോട്ടലിലുണ്ടായത്. ഈ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ, പണം ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായില്ല. വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഡാനിയും വിനോദം സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് എന്തുകൊണ്ട് മടിക്കുന്നു? ഈ ഗുണ്ടാ വിളയാട്ടം ഇതുപോലെ വീണ്ടും ആവർത്തിപ്പിക്കപ്പെടാൻ കാരണം പോലീസിന്റെ വീഴ്ചയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.